ചോദ്യം ആദ്യം PP ഷംസുദ്ദീനോടാണ്. LDFന്റെയും NDAയുടെയും പ്രതിനിധികൾക്കാണ് ചോദിക്കാനുള്ളത്. ചോദ്യം UDFന്റെ പ്രതിനിധിയായിട്ടുള്ള ബഹുമാന്യനായ സംസ്വാക, കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഞങ്ങളാണ് മുന്നോട്ട് വരുന്നതെന്നും കേരള സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലേക്ക് അവരെ കുടപിടിച്ച് പോകുന്ന രീതിയിലേക്ക് പോകണമെന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള MP-മാർ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള SIR പദ്ധതിക്കെതിരെ, അതല്ലെങ്കിൽ കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ള തെറ്റായ നയങ്ങൾക്കെതിരെ എന്ത് പ്രതിഷേധമാണ് പാർലമെന്റിലും പുറത്തും നടത്തിയിട്ടുള്ളത് എന്ന് പ്രിയപ്പെട്ട സംസ്വാക പറഞ്ഞു പോകേണ്ടതുണ്ട്. കണ്ണടച്ചിരുട്ടാക്കരുതെന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. നമുക്കറിയാം, പാർലമെൻറ്റിലെ പ്രതിഷേധ സമരങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളൊക്കെ തന്നെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണിക്കെതിരെയുള്ള ശക്തമായ സമര നടപടികളാണ്. ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിലകൊള്ളുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ കൃത്യമായി 3 പേരും ആ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും അതിനോടൊപ്പം നിന്ന് പ്രതിരോധിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമുക്കൊക്കെ ലൈവായിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. ഏത് കാര്യത്തിലാണ് അവരങ്ങനെ പ്രതിരോധിക്കാതെ പോയിട്ടുള്ളതെന്നാണ്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അതിന് നേതൃത്വം നൽകിയേക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കക്ഷികളിലെ പ്രമുഖ നേതാക്കൾ നേതൃത്വം നൽകുന്ന കൂടെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ കൂടി അതിനോടൊപ്പമുണ്ട്. നമുക്കൊക്കെ അത് പകൽ പോലെ വ്യക്തമാണ്. ഓക്കെ, PP ഷംസുദ്ദീനോട് അടുത്ത ചോദ്യം LDFന്റെ പ്രതിനിധികൾക്ക്. ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇല്ല. NDA പ്രതിനിധികൾക്ക് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. PP ഷംസുദ്ദീനോട് ചോദ്യങ്ങളുണ്ടോ? ഇപ്പോൾ നമ്മൾ രാഹുൽ മാൻകൂട്ടം ഒളിവിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അദ്ദേഹം ചെയ്ത ആ പീഡനം വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. അത് മാതൃകയായിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കാൻ പറ്റും. എന്തായാലും ഈ LDFന്റെ പോലീസ് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശബരിമലയിലെ ആ കൊള്ളേനെ മറയ്ക്കാനാണെന്നാണ് ഇപ്പം ഞങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ ഒത്തു കളിക്കുകയാണോ എന്നുള്ളൊരു സംശയം ഞങ്ങൾക്ക് ഉദിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം ആ വിഷയമാണ്, അതാണ് വിശദീകരിക്കും, നിലപാട് വിശദീകരിക്കും. രാഹുൽ മാങ്കൂട്ടമല്ല, ആര് തെറ്റ് ചെയ്താലും അവരെ നിയമപരമായി ശിക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് ഇവിടുത്തെ രാജ്യത്തെ നിയമവും. അതിനോട് സപ്പോർട്ട് ചെയ്യുന്നതാണ് UDFന്റെ നിലപാട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തിൻ്റെ നിജസ്ഥിതി എന്താ? അല്ലെങ്കിൽ നാടാടെയാണോ? നമ്മുടെ നാട്ടിലൊന്നും പോലീസ് സ്റ്റേഷൻ ഇല്ലാത്തതാണോ? ഒരു പരാതിക്കാരിക്ക് എത്ര സമയം വേണമായിരുന്നു ഒരു പരാതി കൊടുക്കാൻ? അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ അന്യമായതുകൊണ്ടാണോ? ആരാ ഇവിടെ ഭരിക്കുന്നത്? ആരാ 10 വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്നത്? ഇവിടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഒരു UDF പ്രതിനിധി അല്ലെങ്കിൽ UDFന്റെ പ്രതിനിധിയായുള്ള ഒരു MLA ഇത്തരത്തിലുള്ളൊരു അന്യായമായ പ്രവൃത്തി ചെയ്തു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഇവിടെ സ്വമേധയാ വരെ കേസെടുക്കുന്നുണ്ടല്ലോ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ആളുടെ പരാതി പ്രകാരം സുമോട്ടോ കേസെടുക്കുന്നുണ്ടല്ലോ. ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാതെ ആ പരാതിക്കാർ പോലും പരാതിയുമായി രംഗത്ത് വരുത്താതെ ഒരു ചാനലിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിൻ്റെ നിജസ്ഥിതി പുറത്തു വരാതെ, അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരാതെ ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടുന്നത് രാജ്യത്തിൻ്റെ നിയമമാണ്. നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചിരുന്ന നിയമമാണ്. എന്താ? ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്നത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നുള്ള ആ തത്വത്തെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം കുറ്റവാളിയാണെന്ന് സ്ഥിരീകരിക്കുന്നത് വരെ നമുക്കതിനെതിരെ വേറൊന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ചെന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം പരാതി കൊടുക്കാൻ അത്ര അഭ്യസ്ത വിദ്യയല്ലാത്ത ആളാണോ ഈ പരാതിക്കാരി? അല്ലെങ്കിൽ അതിനോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ? അപ്പോൾ ഇതൊക്കെ ഒരു തരം രാഷ്ട്രീയപരമായി ഒരു വ്യക്തിഹത്യ ചെയ്ത് എങ്ങനെ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാന്നുള്ള രീതി മാത്രമാണ് അതിൽ മുന്നിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതിൽ എല്ലാവർക്കും എല്ലാം വ്യക്തമാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളത്. അദ്ദേഹം കുറ്റവാളിയാണെന്ന് തെളിയുന്നത് വരെ അദ്ദേഹം കുറ്റവാളിയല്ല. അതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. NDA പ്രതിനിധികൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അല്ല, അവർ ചോദിച്ച കാര്യം ഇരിക്കൂ. NDA പ്രതിനിധികൾക്ക് ചോദ്യങ്ങളുണ്ടോ? ഇനി അവരോട് ചോദിക്കാനുണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ അടുത്തത് നമ്മുടെ M അനിൽകുമാർ നേരത്തെ വിശദീകരിച്ച ചോദ്യങ്ങളോട് അദ്ദേഹത്തോടുള്ള ചോദ്യങ്ങൾക്കുള്ള സമയമാണ്. M അനിൽകുമാറിനോട് ചോദ്യങ്ങളുണ്ടോ? എന്തെങ്കിലും ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെ വിശദീകരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. ചോദ്യങ്ങളില്ല. ഉണ്ട്. പ്രിയപ്പെട്ട അനിൽകുമാർ സാർ, നിങ്ങൾ പറഞ്ഞ് കേന്ദ്രത്തിനെതിരെ ഏറ്റവും കൂടുതൽ സമരം ചെയ്യുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനം. എന്ത് സമരമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം നടത്തിയിട്ടുള്ളത്? രാജ്യത്ത് നടന്നിട്ടുള്ള 3 പൊതുപണിമുടക്കിന് നേതൃത്വം കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്.
അതേപോലെ തന്നെ പാർലമെന്റിനകത്തും പുറത്തും അതിശക്തമായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിച്ചതിൻ്റെ രേഖകൾ ഇന്ന് വ്യക്തമാണ്. സംസ്ഥാനത്ത് തന്നെ നിരവധിയായിട്ടുള്ള സമരങ്ങൾ, ഞാനടക്കം നിരവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. രാജ്ഭവന്റെ മുമ്പിൽ ഡൽഹിയിലൊക്കെ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം പങ്കെടുത്തിട്ടുണ്ട്. നിരന്തരമായി സമരം സംഘടിപ്പിച്ചിട്ടുള്ള ഏക പ്രസ്ഥാനം ഇടതുപക്ഷമാണ് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് അല്ല എന്ന് പറയാൻ വേണ്ടി തെളിയിക്കാൻ വേണ്ടി കഴിയില്ല. ഓക്കെ, അനിൽകുമാറിന് വേറെ ചോദ്യങ്ങളുണ്ടോ? UDFന്റെ ഭാഗത്തു നിന്നാണ് ചോദിക്കേണ്ടത്. ഇല്ലല്ലോ. NDA പ്രതിനിധിക്ക് അനിൽകുമാറിനോട് ചോദ്യങ്ങളുണ്ടോ? നമ്മൾ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി വളരെ ഗൗരവത്തോടെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ നിർവഹിച്ച ആ ഒരു കാര്യം എന്തുകൊണ്ട് രാഹുലിനെ പിടിക്കാൻ ഇത്ര വഴുകുന്നത്? നമുക്കറിയാം, ഈ പ്രാവശ്യം നമുക്ക് ശബരിമലയിൽ എത്തിയിട്ടുള്ള സ്വാമിമാർ വളരെ ബുദ്ധിമുട്ടിലാണ് അവിടെ എത്തിയിട്ടുള്ളത്. മുന്നൊരുക്കങ്ങളായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യം എത്രയോ വർഷങ്ങളോളമായി അവിടുത്തെ ഖജനാവിലെ പൈസകളും അത് പോരാഞ്ഞിട്ട് ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ വരെയാണ് അവിടെ എടുത്തുകൊണ്ടുള്ളത്. എന്നിട്ടും സാധാരണക്കാരായി കഷ്ടപ്പെട്ട് വരുന്ന ഈ സ്വാമിമാരെ കാര്യങ്ങളിലും ഇതൊന്നും ചെയ്യാതെ നമുക്ക് ഒരു കോടതിയിൽ നിന്ന് ഒരു ഇത് കിട്ടിയതിനനുസരിച്ച് നിങ്ങൾ പറഞ്ഞ് സ്ത്രീകളെ പ്രവേശിക്കുക. അതേ ഗൗരവത്തോടെ ഇവന് രാഹുലിനെ പിടിക്കാനുള്ള സംവിധാനം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, പിടിക്കുകയോ അതോ ഇതിങ്ങനെ നമ്മളെ സ്വർണ്ണപ്പാളികളുടെ എവിടെയെങ്കിലും എത്ര പേരെങ്ങനെ പോവോ ഒന്നൊരു വിശദീകരിച്ചു. സ്വർണ്ണക്കൊള്ളയെ മറയ്ക്കാനാണ് രാഹുൽ വിവാദം ഉയർത്തിക്കൊണ്ടുവന്നുവെന്നും ഈ പണ്ട് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ കാണിച്ച ജാഗ്രത രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ കാണിക്കുമോ എന്നും ആ നിലപാടുകളൊന്ന് വിശദീകരിച്ചാൽ മതി. ഇതില് സ്വർണ്ണ കടത്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം, ശബരിമലയിലെ പ്രശ്നം അറിയാത്ത ആളുകളല്ല ഇവിടെ നിൽക്കുന്ന ആളുകളെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ശബരിമലയിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കോടതിയുടെ പെർമിഷനോട് കൂടി മാത്രമേ. സംസ്ഥാന ഗവൺമെന്റിന് അതിന്റെ സാമ്പത്തിക കാര്യങ്ങളിലോ മറ്റു നടപടിക്രമങ്ങളിലോ ഇടപെടാൻ അധികാരമില്ല. അവിടെ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അവിടുത്തെ മേൽശാന്തിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ആരാണോ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അത് CPM ആയാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളായാലും ഓരോന്നിനെയും കൊണ്ടുവന്ന് ജയിലിൽ അടക്കുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിപ്പോ സൂചിപ്പിച്ചിട്ടില്ല ഏത് CPMന്റെ ഉന്നത നേതാക്കന്മാരുണ്ട് നിങ്ങൾ ആക്ഷേപിച്ചാലും അവരെല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ജയിലിൽ അടക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അത് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം, സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറേയേറെ പ്രശ്നങ്ങൾ, അതിൽ UDFും BJPയും ഒറ്റക്കെട്ടായിരുന്നു. അതിന്റെ പേര് നാമജപ ഘോഷയാത്ര എന്നും അതിന്റെ ഒരു പേരിട്ടുകൊണ്ടാണ് നടത്തിയത്. യഥാർത്ഥത്തിൽ അതിനുശേഷം നടന്നുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി UDFന് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. തെറ്റായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റായ പ്രചരണം നടത്തേണ്ടത്. ഞാൻ ഒറ്റ കാര്യം മാത്രം വേണ്ടി പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഏക സംഘടനാ നേതാവാരാണ്? NSSന്റെ നേതാവ് സുകുമാരൻ നായരാണ്. ആ സുകുമാരൻ നായരോട് NSSന്റെ നേതാവിനോട് പത്രക്കാർ ചോദിച്ചു, ശബരിമലയിലെ സ്വർണ്ണപ്പാളി കടത്തുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ്. അദ്ദേഹം അർദ്ധസംഖ്യക്കിടയില്ലാതെ പറഞ്ഞു, പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് സത്യസന്ധമായ അന്വേഷണം നടത്തും, പ്രതികളെ ജയിലിലടക്കും, അതിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞത് NSSന്റെ നേതാവാണ്. അതുകൊണ്ട് ഏത് ഉന്നതരായാലും ജയിലിലടക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് അറിയാലോ. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചുള്ള ഉയർന്നു വന്നത് ഞങ്ങൾ പറയേണ്ടതില്ല. മുരളീധരൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എന്താണ് നടപടി സ്വീകരിക്കേണ്ടതെന്ന്. രാജ്ഭവൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് യോജിക്കുന്നതാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ ഔദ്യോഗിക മെമ്പർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്ന എന്തിന്? തെറ്റ് ചെയ്യാത്ത ആളെ പുറത്താക്കേണ്ടതില്ലല്ലോ. അപ്പൊ തെറ്റ് ചെയ്ത് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയത്, സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഡ് ചെയ്ത നേതാവ് പരിപൂർണ്ണ അധികാരത്തോടു കൂടി കേരളത്തിൽ തലങ്ങും വിലങ്ങും നടക്കാൻ അതിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അദ്ദേഹത്തെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് നടക്കുന്നത്, മാറ്റിയിരുത്തല്ലേ ചെയ്തത്. അപ്പം തെറ്റായ സമീപനം സ്വീകരിച്ചുള്ള രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ആളുകൾ തെറ്റ് തെളിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ ആർക്ക് അധികാരമുണ്ട്? മുഖ്യമന്ത്രിയെ എടുത്ത് നേരിട്ട് കയറി ചെല്ലാമെന്നുള്ള അർദ്ധസംഖ്യക്കിടയില്ലാതെ ഒരു പെൺകുട്ടി കരുതിയിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസമാണ്. അതിനനുസരിച്ച് നടപടി സ്വീകരിക്കുന്നത് ശക്തമായ. തീർച്ചയായും രാജീവ് മാസ്റ്ററോടുള്ള ചോദ്യങ്ങളാണ് അടുത്ത അവസരം. രാജീവ് മാസ്റ്ററോടുള്ള ചോദ്യങ്ങൾക്ക് LDFന്റെ പ്രതിനിധികൾക്ക്. രാജീവ് മാസ്റ്ററോട്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേ. NDAന്റെ പ്രതിനിധിക്ക് അറിയുണ്ടാവുമല്ലോ. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ റെയിൽവേയിലെ പല ഭാഗങ്ങളും അദാനിക്കും അംബാനിക്കും നിങ്ങൾ തീരെ ഇത് കൊടുത്ത് ഈ രാജ്യത്തെ യുവജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്. അതിൽ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? തൊഴിലില്ലായ്മ, റെയിൽവേ സ്വകാര്യവൽക്കരിക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, അതാണ് അത് പറയുന്നത്
തൊഴിലില്ലായ്മ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എവിടെയാണെന്നറിയോ? 29% തൊഴിലില്ലായ്മയായിട്ട് കേരളമാണ് ഇതിന് മുന്നിൽ. ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ഉള്ള സ്ഥലം കേരളമാണ്. ഒന്ന് അത് മനസ്സിലാക്കുക. ഒരു ഗൂഗിളും അല്ല. പറയൂ അവിടെ സെർച്ച് ചെയ്യൂ. നിങ്ങൾ സെർച്ച് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ വെച്ചാൽ കിട്ടുന്നിടത്തും വായി. മാഷ നിലപാട് പറയൂ. യെസ്. തൊഴിലില്ലായ്മ അത് പ്രൈവറ്റൈസേഷൻ എന്നുള്ളത് മോഡി കൊണ്ടുവന്ന ഒരു കാര്യമൊന്നുമല്ല. അത് നമ്മുടെ ഭരണം ഇന്ത്യ എന്ന് മുതൽ ഇന്ത്യ കേന്ദ്രഭരണം ആരംഭിച്ചോ അന്ന് മുതൽ ഈ പ്രൈവറ്റൈസേഷൻ ഉണ്ട്. പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ഇപ്പം നമ്മുടെ പിന്നെ റെയിൽവേയിൽ എന്ത് ദോഷമാണ് താങ്കൾ കണ്ടിട്ടുള്ളത്? യുവജനങ്ങൾക്ക് തൊഴിലില്ലായ്മ ഇല്ല. ഇന്ത്യയിൽ തൊഴിലില്ലായ്മ കുറവാണ്, കൂടുതലുള്ളത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഈ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരു മിനിറ്റ് ക്ലിയർ ചെയ്യാൻ പറയണം, ഇടയ്ക്ക് ചോദിക്കരുത്. സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും നയങ്ങളുടെ ഭാഗമായി അവിടുത്തെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ നിയമനങ്ങൾ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന ആശങ്കയാണ് അദ്ദേഹം പങ്കുവച്ചത്. RRBയുടെ റിക്രൂട്ട്മെന്റ്സ് എപ്പോഴും നടക്കുന്നുണ്ട്. അതിന് യാതൊരു മുടക്കവും വന്നിട്ടില്ല. അങ്ങനെ ഈ അദാനിക്കും അംബാനിക്കും അതിൽ ഷെയർ ഉണ്ടെങ്കിൽ അവരല്ല തൊഴിലാളികളെ നിശ്ചയിക്കുന്നത്. ഇതിന് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ട്, അവരാണ് തൊഴിലാളികളെ നിശ്ചയിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം രാജീവ് പാസ്റ്ററോടുള്ള അടുത്ത ചോദ്യത്തിനുള്ള അവസരമാണ് LDF പ്രതിനിധികൾക്ക്. ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് വല്ലാതെ അങ്ങ് ഇതായിട്ട് പറഞ്ഞിരുന്നു NDAയുടെ പ്രതിനിധി. എത്ര ശതമാനമാണ്, എത്ര രൂപയാണ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് എന്നുള്ളത് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാൻ കഴിയുമോ? കേരള സർക്കാർ എത്രയാണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്രയാണ് കൊടുക്കുന്നതെന്നും ഞങ്ങൾക്കറിയാം. എത്രയാണ് കേന്ദ്രം കൊടുക്കുന്നത് എന്ന് ഒന്ന് പറഞ്ഞു തരുമോ? മുഴുവനും നിങ്ങൾ കൊടുക്കുന്നത് പോലെയാണ് സംസാരിച്ചത്. ഒന്നത്. രണ്ടാമത്തത്, പാസ്പോർട്ട്, ആധാർ കാർഡ്, വോട്ടർ ID കാർഡ്, ഇങ്ങനെയുള്ള കാർഡുകളൊക്കെ നമ്മളെ കയ്യിൽ ഐഡന്റിഫൈ ആയിട്ട് നമുക്ക് പൗരത്വം തെളിയിക്കാൻ ഉണ്ടായിട്ട് പോലും പൗരത്വ ബില്ല്, NRC, അതേപോലെ ഇപ്പൊ SIR. ഈ SIR തന്നെ ഒരു വിരോധാഭാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും വല്യച്ഛനും മറ്റുള്ളവരും ഇവരാരും ഇല്ല. അതും 2002 പട്ടികയിൽ അതിൽ ചേർക്കാൻ കഴിയാത്തൊരവസ്ഥ. നാളെ ഈ SIRന്റെ ഇതെല്ലാം അന്തിമ പട്ടിക വന്നു കഴിഞ്ഞാൽ ഇപ്പൊ വോട്ടവകാശം ഇല്ലാത്താകുന്ന രീതിയിലേക്ക് ഈ രാജ്യത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ജനങ്ങളായി മാറുന്ന രീതിയിലേക്ക് മാറൂലേ? അതാണ് ഇവിടുത്തെ ചോദ്യം. എന്തിനു വേണ്ടിയാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് എന്നുള്ളത് ഒന്ന് വിശദീകരിക്കണം. ഓക്കെ, ഇപ്പൊ ബംഗാളില് വീടിന്റെ വിഷയം ആദ്യം പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റിന്റെ മൊത്തം പൈസയും കേന്ദ്ര ഗവൺമെന്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, മുനിസിപ്പാലിറ്റിയുടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ റീവെന്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം. ഇത് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് മാത്രമാണല്ല, പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുകൊണ്ടാണ് PMAY. കേന്ദ്ര ഗവൺമെന്റ് എത്ര വിഹിതം ഈ സ്കീമിൽ കേരളത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെന്ന് താങ്കൾക്ക് അധികാരമായി പറയാൻ? കേരളത്തില് 1,64,990 ഓരോ 10 വീടേ കുറയുള്ളൂ. 1,65,000. അല്ല ഇതൊക്കെ അത് വീടിന് അതിനൊരു നിശ്ചിത പെർസെൻറ്റേജ് ഉണ്ട്. വീടിന് കേന്ദ്രത്തിന്റെ ഒരു പെർസെൻറ്റേജ് ഉണ്ട്, കേരളത്തിന്റെ പെർസെൻറ്റേജ് ഉണ്ട്, മുനിസിപ്പാലിറ്റിയുടെ പെർസെൻറ്റേജ് ഉണ്ട്. ഒരു വീടിന് കേന്ദ്ര സർക്കാർ എത്ര സംഖ്യ നൽകുന്നു എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അതെനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ മൊത്തം കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാനത്ത് കേന്ദ്ര വിഹിതമായി ഭവന നിർമ്മാണത്തിനായി എത്ര സംഖ്യ നീക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ള കണക്ക് ഉണ്ടോ? അത് അങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുമോ? ഉണ്ട്. എൻ്റെ അടുത്ത് എൻ്റെ രേഖകളൊക്കെ ഉണ്ട്. ഞാനൊരു സെക്കൻഡ് എനിക്ക് തരികയാണെങ്കിൽ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, PMAY തുടങ്ങിയതിന് ശേഷമാണ് കേരളത്തിൽ നമുക്കറിയാലോ 1,65,000 വീടുകൾ, അതിൽ 1,15,000 വീടുകൾ താക്കോൽ കൊടുത്തു കഴിഞ്ഞു. ഇനി 50,000 വീടുകളുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഇത്രയും വീടുകളില്ല എന്നുള്ളതാണ് കേരളത്തിൽ നമ്മൾ അതിദരിദ്ര വിമുക്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച ഒരു സ്റ്റേറ്റാണ് ഇതെന്ന് ഓർക്കണം. ഇവിടെയാണ് സ്വന്തമായിട്ട് തലചായ്ക്കാൻ ഭൂമിയില്ലാത്ത അല്ലെങ്കിൽ വീടില്ലാത്ത ആൾക്കാർ 1,65,000 പേരുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് ലജ്ജാകരല്ലേ? അടുത്ത ഇടയിൽ ഒരു കാര്യം പറയണ്ട. SIRന്റെ ഒരു ചോദ്യം ചോദിച്ചു സാറ്. SIRന്റെ പറയാം. SIR എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് രജിസ്റ്റർ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. എന്ന് വെച്ചാൽ നമ്മളെ ഈ രാജ്യത്ത് അനധികൃതമായിട്ട് കുടിയേറിയിട്ടുള്ള ആൾക്കാരുണ്ട്. അനധികൃതമായിട്ട് ഇപ്പോൾ ബംഗാളിൽ തന്നെ ഒരു രേഖയും ഇല്ലാതെ താമസിക്കുന്ന 2 ലക്ഷം ആൾക്കാരുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇപ്പോൾ പത്രവാർത്തയൊക്കെ അറിയാം, നമുക്ക് ബംഗാളിൽ നിന്ന് ധാരാളം ആൾക്കാർ ഒഴിഞ്ഞു പോകുന്നു. SIR വന്നതുകൊണ്ടല്ല കേട്ടോ അത്.
പക്ഷെ ഇത്തരത്തിൽ നമുക്ക് ഏതൊരു രാജ്യത്താണ് നിങ്ങൾ ഗൾഫ് പോയിട്ടുള്ള ആളാണോ? ആണ്. അവിടെ അക്കാമ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ഇല്ലേ? എന്തിനാണത് ഉപയോഗിക്കുന്നത്? ഗൾഫിൽ നിങ്ങൾക്ക് ഒരു രേഖയില്ലാതെ നിങ്ങൾക്ക് ഗൾഫിൽ അങ്ങോട്ട് പറയൂ. ഞാൻ പറയട്ടെ, ആധാർ കാർഡ്, ആധാർ കാർഡ് എന്ന് പറയുന്നത് ആ സർക്കാരുകൾ പിന്നെ മമതയുടെ സർക്കാരൊക്കെ അത്തരത്തിലുള്ള സർക്കാരുകൾ അവർക്ക് വോട്ടിന് വേണ്ടിയിട്ട് ധാരാളം കൊടുത്തിട്ടുണ്ട്. നമുക്കത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2002 ആ വീട് ഭാരതത്തിലില്ലെങ്കിൽ അവരെവിടെ പോയി? എവിടെയായിരുന്നു? ഒന്നുകിൽ 2002 ശേഷം ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാർ അല്ലേ? ഇനി അതല്ല, അവരിവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നു തെളിയിക്കാൻ അവർക്ക് സാധിച്ചാൽ ഒരു പ്രശ്നമില്ല. ഞാനതല്ലേ നേരത്തെ പറഞ്ഞത്, അനധികൃതമായിട്ട് താമസിക്കുന്നവർ മാത്രം പേടിച്ചാൽ മതി. അനധികൃതമല്ലാതെ താമസിക്കുന്ന പിന്നെ എന്താ പറയുക, അധികൃതമായിട്ട് താമസിക്കുന്നവർ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് അതിന്റെ പേരിൽ ഒരാളെയും പുറത്താക്കാൻ പോകുന്നില്ല. അടുത്ത UDF താങ്കൾക്ക് എന്തെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളുണ്ടോ? ഇവിടെ പാസ്പോർട്ടിന് ഒരു വിലയില്ലാത്ത അവസ്ഥ ആയിരിക്കുള്ളൂ. അതിന്റെ കാരണം എന്താ? ഇവിടെ പാസ്പോർട്ടിന് വിലയില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, പാസ്പോർട്ട് കാണിച്ചോണ്ട് കാര്യമില്ല. അല്ല, പാസ്പോർട്ട് കാണിച്ചോണ്ട് കാര്യമില്ല, ആധാർ കാണിച്ചോണ്ട് കാര്യമില്ല, ഐഡന്റിറ്റി കാർഡ് കാണിച്ചോണ്ട് കാര്യമില്ല. ഇവിടെ SIR ഫോം പൂരിപ്പിച്ച് അതിന്റെ ഒറിജിനൽ വേണമെന്നാണ് പറയുന്നത്. ഈ SIR എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാരാണെന്ന് ഉറപ്പുവരുത്താണ്. പാസ്പോർട്ട് ഇപ്പം അനധികൃതമായിട്ട് പാസ്പോർട്ടൊക്കെ കൊടുക്കും. നമുക്കറിയാലോ, 2014 വരെ നമ്മളെ രാജ്യം ഭരിച്ചത് ആരാന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ? ആരാണ് 2014 വരെ? പറയട്ടെ. ആരാ? അല്ല, മാഷ് പറയൂ. കോൺഗ്രസ് ഗവൺമെന്റ് വിദേശികളാണോ രാജ്യം ഭരിച്ചത്? അല്ല, ലീഗിനല്ല ഞാൻ പറയുന്നത്. ഈ അഹമ്മദ് മന്ത്രിയായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ പറഞ്ഞു വന്നത് താങ്കൾക്ക് സംസാരിക്കാനുള്ള സമയം മാഷ് പറഞ്ഞ് അവസാനിപ്പിക്കൂ. എന്താ പറയുക? അല്ല, അങ്ങനെ കഴിയില്ല. സാറ് പറഞ്ഞ് അവസാനിപ്പിക്കൂ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഏതൊരു രാജ്യത്തും ആ രാജ്യത്തെ പൗരന്മാരെ തിരിച്ചറിയേണ്ട ഒരു രേഖ ആവശ്യം. ഇതാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് രജിസ്റ്റർ എന്നുള്ള പേരിൽ ചെയ്യുന്നത്, വോട്ടർമാരെ തിരിച്ചറിയേണ്ടത്. നിങ്ങൾക്കറിയാലോ എന്തുകൊണ്ടാണ് ഇവർ ഈ ബീഹാറിൽ ഈ ഇലക്ഷന് മുമ്പ് 4 ലക്ഷത്തിന് മേലെ ആൾക്കാരാണ് കള്ളവോട്ട് ചെയ്തിട്ട് നടക്കുന്ന ആൾക്കാർ. ഇത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ഇതാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറയുന്നത്. വോട്ട് ചോരി ഒന്നുമല്ല, വോട്ട് ചോരി ചെയ്ത് അവരാണ്. ഓക്കെ, അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. 3 പേരോടുമുള്ള ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്.